നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പമുള്ള ശ്രീ മുരളീകൃഷ്ണൻ സീനിയർ മാധ്യമപ്രവർത്തകനാണ്, രാഷ്ട്രീയ നിരീക്ഷകനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം വീണ ജോർജിൻ്റെ പരാജയം. വീണ ജോർജിനെ വളരെ നിശിതമായി കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഒരു പുതിയ ബിസിനസ് സംരംഭവുമായിട്ട് ആസ്ട്രേലിയയിലേക്ക് പോവുകയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില കേൾവികൾ കേൾക്കുന്നുണ്ട്. ഇത് രണ്ട് വിഷയങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ചേട്ടാ, ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ആദ്യം നമുക്ക് പത്തനംതിട്ട ജില്ലയിലുണ്ടായ വിമർശനങ്ങളെക്കുറിച്ച് സംസാരിക്കാം. വീണ ജോർജിൻ്റെ തിരഞ്ഞെടുപ്പ് പരാജയം സംഭവിക്കും എന്ന് പത്തനംതിട്ട ജില്ലയിലെ മിക്ക പാർട്ടി നേതൃത്വത്തിനും അറിയാമായിരുന്നു. എന്താണ് അതിൻ്റെ വിഷയമെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 5 വർഷക്കാലമായി വീണ ജോർജ് മന്ത്രി എന്ന തലത്തിൽ ഈ മണ്ഡലത്തിൽ നടത്തിയ ചില പ്രവർത്തനങ്ങളാണ്, അല്ലെ പോരായ്മകളാണ് എന്നത് പറയേണ്ടി വരും. ഒരു കാര്യം ആദ്യമേ പറയാം, എങ്ങനെയാണ് വീണ ജോർജിനെ ജനങ്ങൾ വിലയിരുത്തിയത്. അതിനു മുമ്പിൽ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീമതി കെ ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്ന ആ സമയത്താണല്ലോ കേരളത്തിൽ വലിയ പകർച്ചവ്യാധികളും അത്രയും രണ്ടാമത്തെ ഒരു തുടർഭരണത്തിലേക്ക് സംസ്ഥാനത്തെ LDF കൊണ്ടുവന്നത് ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യവകുപ്പിൻ്റെ സ്തുത്യർഹമായ പ്രവർത്തനം തന്നെയായിരുന്നു എന്നത് കാണണം. പക്ഷേ അതേ സ്ഥാനത്ത് വീണ ജോർജ് വന്നപ്പോൾ ജനം ഒരു കമ്പാരിസൺ നടത്തും. അത് കെ ശൈലജ വേഴ്സസ് വീണ ജോർജ്. അവിടെ വീണ ജോർജ് പരാജയപ്പെട്ടു എന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി കഴിയുകയില്ല. അതിനൊട്ടനവധി കാരണങ്ങളുണ്ട്. കേരളത്തിൻ്റെ LDF തുടർച്ചയായ ഈ തവണത്തെ വലിയ പരാജയത്തിനും ആരോഗ്യവകുപ്പിൻ്റെ ചില നടപടികൾ കാരണമായി. ഇനി നമ്മൾ മണ്ഡലത്തിലെ കാര്യം പറഞ്ഞാൽ, ഒരു MLA എന്നതിനുപരി ഒരാൾ മന്ത്രി കൂടിയാകുമ്പോൾ സ്വാഭാവികമായി അവർക്ക് വോട്ട് ചെയ്ത ആളുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ സന്തോഷത്തിലാവും. കാരണം നമ്മുടെ സ്ഥലത്ത് അല്ലെ നിയോജകമണ്ഡലത്തിലാകെ തന്നെ ചില പുതു പദ്ധതികൾ ഒക്കെ കൊണ്ടുവരുവാൻ വേണ്ടി കഴിയും. തിരുവനന്തപുരത്തിലേക്ക് ഓടാതെ നേരിട്ട് ജനപ്രതിനിധിയെ അപ്രോച്ചബിളാണ്, നേരിട്ട് കണ്ട് കാര്യങ്ങൾ പറയാനോ നേടിയെടുക്കുവാൻ വേണ്ടി കഴിയും. ഒരു MLA എന്നതിലുപരിയായി ഒരു മന്ത്രിക്ക് നടത്താവുന്ന സ്വാധീനങ്ങൾ, ഫണ്ട് കൊണ്ടുവരാവുന്ന വിഷയങ്ങളൊക്കെ തന്നെ ആ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ വോട്ട് ചെയ്യാത്തവരെ പോലും മന്ത്രിയാകുമ്പോൾ കൂടുതൽ മന്ത്രി ചേർന്ന് നിൽക്കാൻ വേണ്ടി ശ്രമിക്കും. വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. എന്നാൽ ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം കിഫി പദ്ധതികളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ചില പദ്ധതികൾ തുടങ്ങിയത് കൃത്യമായ ഫോളോ അപ്പ് ഇല്ലായ്മ മൂലം. അല്ല, അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നും ഭിന്നമായിട്ട് അതിനൊരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു മേൽനോട്ടമുണ്ട് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഒരു പ്രവർത്തനം ഇവിടെ നടന്നില്ല എന്നത് വസ്തുതാപരമായ ഒരു കാര്യം തന്നെയാണ്. മറിച്ച് മറ്റു പല മണ്ഡലങ്ങളിലും, മന്ത്രിമാരുള്ള മണ്ഡലങ്ങളിൽ, ആറന്മുളയ്ക്ക് തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് ഒരു മന്ത്രി തന്റെ മണ്ഡലത്തെ നോക്കിയിരുന്നത്, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നതിനെ വെച്ച് നമുക്ക് ഉദാഹരണങ്ങളുണ്ട്, ഇല്ലേ? നമുക്ക് സൈചറിനെ കുറിച്ചല്ലേ പറയുന്നത്? അതെ, സൈചറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇപ്പുറം നിൽക്കുന്ന ഒരു മണ്ഡലം, ആ മണ്ഡലത്തിലെ 2 മന്ത്രിമാരും 2 ജനപ്രതിനിധികൾ മന്ത്രിമാരാണ്. ഒരാൾ സാംസ്കാരിക ഫിഷറീസ് ഒക്കെ ആയിരുന്നു, മറ്റേ ആൾ വളരെ വലിയൊരു വകുപ്പ്, ആരോഗ്യവകുപ്പ്. എപ്പോഴും ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പാണ് ആരോഗ്യവകുപ്പ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒരു വകുപ്പായിരുന്നു. പക്ഷേ അത്തരം കാര്യങ്ങളിൽ ഒരു സുഗമമായ ഒരു പോക്കുണ്ടായില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. ഒന്ന്, മുൻ LDF സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനങ്ങളും ആയിട്ടുള്ള ഒരു താരതമ്യ പഠനം. 2, തൊട്ടടുത്ത നിയോജകമണ്ഡലമായ ചെങ്ങന്നൂരിലെ ജനപ്രതിനിധിയും മന്ത്രിയുമായ ശ്രീ സജി ചെറിയാനുമായിട്ടുള്ള പ്രവർത്തന രീതിയിലുള്ള ഒരു താരതമ്യ പഠനം. ഇതാണ് വിഷയം, ഒന്നാമത്തെ വിഷയം. പിന്നെ രണ്ടാമത്തെ വിഷയം, തനിക്ക് വോട്ട് ചെയ്ത ആളുകളോട്, മണ്ഡലത്തിലെ ആളുകളോടുള്ള അവരുടെ ഒരു ബന്ധപ്പെടലാണ്. അത് വളരെ ശുഷ്കമായിരുന്നു എന്ന് പറയേണ്ടി വരും. എത്രയോ പരാതികൾ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ വീണ ജോർജ് MLA ആയിരുന്ന കാലഘട്ടം മുതലുണ്ടായിരുന്ന ഒരു പരാതിയാണ്. ഇവർ പാർട്ടി പ്രവർത്തകർ, ഇനി ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകൾ പോലും ഫോൺ ചെയ്താൽ മന്ത്രി എടുക്കുന്നില്ല, മന്ത്രി അപ്രോച്ചബിൾ അല്ല. ഇനി മന്ത്രിയുടെ ഓഫീസിൽ പത്തനംതിട്ടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് മന്ത്രി എവിടെ പോയി, അല്ലെ മന്ത്രി ഇന്ന് ഏത് സമയത്തായിരിക്കും മണ്ഡലത്തിൽ കാണുക, എവിടെ കാണും എന്നതിനെ സംബന്ധിച്ച് വലിയ ഗ്രാഹ്യമൊന്നും അവർക്കുമില്ലായിരുന്നു. ആളുകളാകെ ലോക്കൽ നേതൃത്വം അടക്കമുള്ള ആളുകൾ പോലും നിരാശാജനകമായിരുന്നു ഈ മന്ത്രിയുടെ പ്രവർത്തനത്തിൽ, ജനപ്രതിനിധിയുടെ കാര്യത്തിൽ. അത് നമ്മൾ വളരെ വലിയൊരു വിഷയമാണ്. അങ്ങനെയുള്ള ഒരാൾ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് മന്ത്രിയെ സമീപിക്കുന്ന, അല്ലെ MLA സമീപിച്ച ഒരാൾ വീണ്ടും 2ഉം 3ഉം തവണ മന്ത്രി വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയെ നേരിട്ട് കാണുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുകയും, പക്ഷേ ഇതൊന്നും നടക്കാതിരിക്കുകയും പിന്നീട് കാണുന്ന സമയത്ത് അത് ഞാൻ തന്നല്ലോ, കൊടുത്തല്ലോ, അതെന്തായി, അതൊന്നുകൂടെ പരിശോധിക്കുക എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ഒരു കാര്യങ്ങളിലും വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു തീരുമാനം, ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നത് ഞാൻ പറയുന്നതല്ല, ഇവിടുത്തെ മാധ്യമങ്ങൾ മാത്രം പറയുന്നതല്ല, ഇവിടുത്തെ CPIM സംഘടനാ സംവിധാനത്തിലെ 80% ആളുകളും പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യം. ഇന്നലെ നടന്ന കോഴഞ്ചേരി പാർട്ടി ഏരിയ കമ്മിറ്റി ഇന്നലെ കൂടി നിശിതമായ വിമർശനമായിരുന്നു. അവിടെ ഒരാൾ ഒഴിച്ച്, മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഒരു ആൾ ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകളും
ഈ മന്ത്രിയുടെ പ്രവർത്തനത്തെ വളരെ നിശിതമായി വിമർശിച്ചു. ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അവരുടെ ഇടപെടലുകൾ ഈ LDFന്റെ സംവിധാനത്തിനാകെ തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ വലിയ ദോഷം ചെയ്തു എന്നാണ് അവർ പറഞ്ഞു അവിടെ പിന്നെ വിമർശിച്ചത്. റെക്കോർഡുള്ള കാര്യമാണ് കേട്ടോ. കാരണം CPIMന്റെ കമ്മിറ്റി കൂടുമ്പോൾ കൃത്യമായി മിനിറ്റ്സ് എഴുതി വെക്കുന്നതാണ്. ഒരാൾ മാത്രമേ ആ ഇന്നലത്തെ കോഴഞ്ചേരി ഏരിയ അധികം പുറത്തു വന്നിട്ടില്ല. വേറെ പത്രക്കാർക്കൊന്നും അത് കിട്ടിയിട്ടില്ല. കണ്ടതായിട്ട് ഞാൻ കാണുന്നില്ല. ഇന്നലെ വൈകിട്ടാണല്ലോ കമ്മിറ്റി അവസാനിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ട വിഷയം. അവിടെ പറഞ്ഞത് ഈ വിഷയങ്ങളാകെ തന്നെ ഇപ്പം നമ്മൾ വിമർശിക്കുന്ന കാര്യങ്ങളും അല്ലെ പൊതുസമൂഹം വിമർശിച്ച കാര്യങ്ങളും ആകെ തന്നെ ഇന്നലത്തെ ഈ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റിയിൽ വളരെ ഗൗരവമായി ചർച്ച ചെയ്തു എന്നാണ് ഞാൻ അറിഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത്. വളരെ താഴെ തട്ടിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ഒരു അനുഭാവി എന്നുള്ള നിലയിൽ ഇപ്പോൾ എന്നെ കണ്ടാൽ മതി. ഇതാണ് വിഷയം. ഇനി അത് രണ്ടാമത്തെ വിഷയം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്ത്രിയുടെ ചില പെരുമാറ്റ രീതികളാണ് അല്ലേ. സ്കൂൾ കുട്ടികൾ പറയുന്ന പോലെ എന്തെങ്കിലും ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ എടുത്തടിച്ച് അതിന് മറുപടി പറയുക, ബാലിശമായ രീതി മറുപടി പറയുക. വീണ ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. കാരണം അവർ കേരളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയായിരുന്നു. കേരളത്തിലെ ഒട്ടെല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായും ഇന്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അവരോട് നിരന്തരമായി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അവരെ കുഴപ്പത്തിലാക്കിയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകയാണ്. പക്ഷെ അവർ MLA മന്ത്രിയായി കഴിഞ്ഞപ്പോൾ തിരിച്ച് അവരോടൊരു ചോദ്യം വിമർശനം ഉയർത്തുമ്പോൾ അതിനോട് അസഹിഷ്ണുത കാട്ടേണ്ട കാര്യമില്ല. ഇപ്പൊ കണ്ണൂരിൽ നടന്ന വിഷയം ഒരു മന്ത്രി യാത്ര ചെയ്യാൻ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ കരിങ്കൊടി കാണിച്ച് അവരുടെ മുമ്പിലേക്ക് തള്ളിക്കയറുന്നത് ശരിയാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊന്നും തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അഭിപ്രായം. പക്ഷെ അവിടെ സംയമനം പാലിക്കാമായിരുന്നു. അവിടെ സംയമനം പാലിച്ചുകൊണ്ട് കണ്ടില്ല മന്ത്രി ഇങ്ങനെ അവിടെ ഇങ്ങനെ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ആഞ്ഞാഞ്ഞ് നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. പോലീസിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടതാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പടിവാതിൽ നിൽക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ഒരു പെരുമാറ്റ രീതി ഒഴിവാക്കേണ്ടത് തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്ന് പിന്നെ നടന്നു പോകുന്ന കണ്ടല്ലോ. അവിടെ നടന്നു പോയി. പിന്നെ അല്ല, അതിനുശേഷം ഒരു ചില രാഷ്ട്രീയ നേതാക്കളെ കണ്ടതിന് ശേഷമാണ് ഈ പടലി ഉളുക്ക് അഭിനയിക്കുന്നത്. അതൊക്കെ അറിയാം. അന്നത്തെ സ്പീക്കർ AN ഷംസീർ ഫോൺ ചെയ്യുന്നതും തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ പോകുന്നതും ഇതിലെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ കൊച്ചുളുപ്പങ്കാലത്ത് 4 മണിക്ക് അവിടെ നിന്ന് ആരോടും പറയാതെ ഭർത്താവിനോടൊപ്പം തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നൊക്കെ ചെയ്തത് കേരളം കണ്ട കഥയാണ്. ഇലക്ഷന്റെ അടുത്ത സമയമായിട്ട് വല്ലാതെ നാറിയ തോൽവിക്ക് പിന്നെ ഇപ്പോൾ ശവപ്പെട്ടിയിൽ ആകപ്പാടെ നമ്മൾ 4 സൈഡിൽ 4 ആണിയാണ് അടിക്കുന്നതെങ്കിൽ 3 ആണിക്ക് പകരം 4ാമത്തെ ആണി ഈ പ്രവർത്തനമാണ്. അതെ അല്ലേ. ഇപ്പൊ ശവപ്പെട്ടിക്ക് മേളിൽ വെച്ച് അടിക്കുമ്പോൾ 3 ആണി അടിച്ചു. പക്ഷെ 4ാമത്തെ ആണി ഈ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇതുപോലുള്ള പെരുമാറ്റങ്ങളുമാണ് അവിടെ സംഭവിച്ചത്. ഇതൊക്കെ നിസ്സാരമായി ഒഴിവാക്കി പോകാവുന്ന ചില വിഷയങ്ങളായിരുന്നു. അപ്പൊ അതാണ് ഒരു അടുത്ത വിഷയം എന്ന് പറയുന്നത്. ചില പ്രസ്താവനകൾ അവരെ വല്ലാതെ കുഴപ്പിച്ചിട്ടില്ല. ചില വന്ദനദാസിനെ പോലുള്ള ആൾക്കാർ മരണപ്പെട്ടുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇത് പരിചയക്കുറവ് കൊണ്ട് സംഭവിച്ചാണ്. ഈ സാധാരണഗതിയിൽ ഈ ആരോഗ്യവകുപ്പിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും. ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ചെന്ന് അവരെ കണ്ട് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് അവരോട് സമാധാനപ്പെടുത്തുന്നത്. ഇതൊന്നും വീണ ജോർജ് സ്വയം ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളല്ല. ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പൊ വരുന്ന മന്ത്രിസഭയിലും ആരോഗ്യ വകുപ്പിൽ ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിനെ എങ്ങനെ നമ്മൾ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതിനകത്തല്ലേ ചേട്ടാ കാര്യങ്ങൾ ഇരിക്കുന്നത്. അത് ഒരു മന്ത്രാലയത്തിന് ചുമലിരിക്കുമ്പോൾ ഒരു മന്ത്രിയായിരിക്കുന്ന സമയത്ത് എന്താണ് ആദ്യമായിട്ട് വേണ്ടത്? ആ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കണം. അല്ല ഉദ്യോഗസ്ഥന്മാർ പറയുന്ന രീതിയിൽ പോവുകയാണ്, ഉദ്യോഗസ്ഥന്മാർ റിപ്പോർട്ട് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയൊരു സംഘടനകളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. മന്ത്രി ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുന്ന റിപ്പോർട്ടിന്മേൽ മാത്രം അടയിരുന്നിട്ടാണ് ഓരോ വിഷയങ്ങളിനോട് പബ്ലിക്കിനോട്, മാധ്യമങ്ങളോട്, പൊതുസമൂഹത്തോട് അഭിപ്രായം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കാണണം. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. ഇപ്പൊ മന്ത്രാലയത്തിൽ തന്നെ മന്ത്രി അറിയാതെ എത്രയോ കാര്യങ്ങൾ നടന്നതായിട്ട് നമുക്കറിയാം. അവിടെ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരാൾ A or B അവരൊക്കെയാണ് ഈ ആരോഗ്യവകുപ്പിന്റെ ദൈനംദിന കാര്യങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത്. മന്ത്രിയുടെ മുമ്പിലേക്ക് വരുന്ന ഫയലുകൾ, ആ ഫയലുകളിൽ മന്ത്രി നോക്കുന്നു, മന്ത്രി ഒപ്പിടുന്നു. മന്ത്രിക്ക് ഒപ്പിടാതിരിക്കാൻ കഴിയില്ല. കാരണം മന്ത്രിയെക്കാളും സംഘടനാതലത്തിൽ സംഘടനയുടെ സംവിധാന തലത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരാളാണ് ഈ ഫയൽ മന്ത്രിയുടെ മുമ്പിലേക്ക് ഒരു PA കൊണ്ടുവരുമ്പോൾ ഒപ്പിട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്ഥലമാറ്റം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്. സ്ഥലമാറ്റത്തിന് സംബന്ധിച്ച് മന്ത്രിയോട് പറഞ്ഞിട്ട് നടന്നിട്ടില്ല. അവസാനം മറ്റു തരത്തിൽ പാർട്ടി സംവിധാനത്തിൽ ചെന്നിട്ട് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഒരാളോട് പറഞ്ഞപ്പോൾ അത് നടത്തി കൊടുത്തു. ഡോക്ടർ തന്നെ പറഞ്ഞ കഥയാണ് ഞാനീ പറഞ്ഞത്. 3 മാസം മന്ത്രിയുടെ പുറകെ നടന്നില്ല. ജെനുവിൻ കേസാണ്. അവസാനം വേറൊരാൾ വഴി നമ്മുടെ മന്ത്രിയുടെ PA എടുത്ത് വന്നപ്പോൾ നിമിഷം 2ാം ദിവസം ഓർഡറാക്കി കൈ കൊടുത്തു എന്ന് പറയും. ജെനുവിനിറ്റി മനസ്സിലാക്കി അതനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള ഒരു കഴകത്തില്ലായിരുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ വീണ ജോർജിനെ പോലുള്ള ഒരാളിനെ ആരോഗ്യവകുപ്പ് LDF സർക്കാരിന്റെ തലപ്പത്തുള്ള മുഖ്യമന്ത്രി ഏൽപ്പിച്ചത്. കാരണം അവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് മറ്റു പലരുമാണെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് നമ്മൾ മനസ്സിലാക്കണം. പാടില്ലായിരുന്നു. അപ്പൊ മന്ത്രി എന്നുള്ള തലത്തിൽ ആ ഉത്തരവാദിത്തം പൂർണ്ണമായും നിറവേറ്റാൻ കഴിഞ്ഞില്ല. അവിടെ ഉദാഹരണമുണ്ട്. ഇപ്പൊ ചെങ്ങന്നൂരിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ സജി ചെറിയാന്റെ വിഷയങ്ങളോടുള്ള എങ്ങനെ ഇടപെട്ടു, എങ്ങനെയാണ് അദ്ദേഹം ജനങ്ങളുമായി സംവദിച്ചത്, എങ്ങനെയാണ് ജനങ്ങളെ ചേർത്ത് നിർത്തിയത്, അദ്ദേഹത്തിന്റെ വകുപ്പുകൾക്ക് പുറത്തുള്ള വകുപ്പുകളിൽ എത്ര സമർത്ഥമായ ഇടപെടലുകളാണ് പിന്നെ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നടത്തിയത്. ഇവിടെ അതൊന്നും ഉണ്ടായില്ല. 5ാമത്തെ വിഷയം പറഞ്ഞാൽ
ഇപ്പോൾ ഹർഷിതയുടെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിഷയങ്ങൾ, ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇടയ്ക്കൊരു വിഷയമുണ്ടായി, തിരുവനന്തപുരം മെഡിക്കൽ, എത്രയോ സ്വാഭാവികമാണ്. നമ്മൾ പറഞ്ഞല്ലോ ആരോഗ്യ വകുപ്പിനെ എപ്പോൾ അത്രയും ആളുകൾ ജോലി ചെയ്യുന്ന, അല്ലെ പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ അങ്ങ് മെഡിക്കൽ കോളേജ് വരെയുള്ള സംവിധാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു സംവിധാനമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ അവിടെ കൈപ്പിഴകൾ പറ്റാം, പിഴകൾ സംഭവിക്കാം. കാരണം ഇത് ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം ചേർന്നൊരു സംവിധാനമാണ്. ഒരാൾക്ക് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരാൾക്ക് കത്രിക എടുത്ത് കൊടുക്കുന്ന ഒരാളിന് ഒരു പിഴവ് പറ്റിയാലും മതി. പക്ഷേ അതിനെ നമ്മൾ അഡ്രസ് ചെയ്യണം, അതിനെ അഡ്രസ് ചെയ്യും, അതിന് നടപടിയെടുക്കുകയും ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായി എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരി മന്ത്രിയുടെ ചുമതല എന്ന് പറയുന്നത്. നേട്ടം നമ്മൾ പറയത്തില്ല, ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാന്ന് പറഞ്ഞാൽ അത് അല്ല എന്ന് പറഞ്ഞ് അങ്ങ് ഓട്ട അടച്ചു കളയുക. പക്ഷെ കൃത്യമായി ആ ഇതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സൂചി കൊണ്ട് എടുക്കേണ്ടോ തൂമ്പ കൊണ്ട് എടുക്കേണ്ടി വന്നു അവസാനം. ഇപ്പം അല്ലേ, അതല്ലേ അവസ്ഥ. ഇതാണ് പൊതുവിഷയം എന്ന് പറയുന്നത്. കാരണം ഞാനത് ആദ്യം പറഞ്ഞത്, ജനങ്ങൾക്കൊപ്പം നിൽക്കുക, ജനങ്ങളെ കേൾക്കുക, ജനങ്ങളുടെ വിഷയങ്ങൾ എല്ലാ വിഷയങ്ങളും ഒന്ന് പരിഹരിച്ചു കൊടുക്കാനൊന്നും ഒരു മന്ത്രിക്കും ഒരു ഭരണാധികാരിക്കും പറ്റില്ല. പക്ഷെ അവരോട് ചേർന്ന് നിൽക്കുന്നു എന്ന് അവർക്ക് തോന്നണം. അല്ലാതെ നമ്മൾ ഫോട്ടോഷൂട്ട് മാത്രം മുമ്പോട്ട് നടത്തി പോയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളൊരു വിഷയം വരുന്നു, നമ്മുടെ ഒരു ജനപ്രതിനിധിയാണ് മന്ത്രി, നമ്മൾ ജനപ്രതിനിധിയെ വിളിക്കുന്നു, 4 തവണ വിളിക്കുന്നു, 5 തവണ വിളിക്കുന്നു, കിട്ടുന്നില്ല. അല്ല അവരുടെ ഓഫീസിൽ ചെല്ലുന്നു, എന്താണ് ഒരു നടപടി ഉണ്ടാകുന്നില്ല. ആ വോട്ട് ചെയ്ത ആളുകൾ അവർ പാർട്ടി കേഡർമാരാകട്ടെ അല്ലാത്തവരാകട്ടെ വീണ്ടും എന്ത് അഭിപ്രായമായിരിക്കും ഒരു പൊതുസമൂഹത്തിൽ പറയുക, ഓ ആ മന്ത്രി വിളിച്ചിട്ടും എടുക്കത്തില്ല, ഫോണിൽ എടുക്കത്തില്ല, ഒരു കാര്യം പറഞ്ഞ് നടക്കത്തില്ല എന്നല്ലേ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ആത്മാർത്ഥത അവരുടെ കണ്ടല്ലോ. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം വീണ ജോർജ് തന്നെ ബൂത്ത് അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാത്ത ആളുകളുടെ ലിസ്റ്റ് ജില്ലാ കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്. 1000-ലധികം ആളുകളുടെ ഒരു ലിസ്റ്റാണ്. അതിനകത്ത് ഓരോ ബ്രാഞ്ച് തരത്തിലുള്ള ആളുകൾ, ലോക്കൽ കമ്മിറ്റിയിലുള്ള ആളുകൾ, പലതരത്തിലുള്ള ആളുകളുടെയൊക്കെ ലിസ്റ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. പരാജയം വന്നപ്പോൾ എല്ലാം നിരീക്ഷിച്ചു. അതിനു മുമ്പ് ഇവരെല്ലാം കയ്യിലെടുത്ത് വെക്കണമായിരുന്നു. കാരണം ഓരോ പ്രാദേശിക നേതാക്കളും MLA-മാരും അവർ കൊടുക്കുന്ന ശുപാർശകൾ ന്യായമാണെങ്കിൽ അത് നടത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ടായിരുന്ന കാര്യം അവരെ ഈ വഴിയിലേക്ക് എത്തിച്ചത് അവരല്ലേ ചേട്ടാ. അതെ, അതാണല്ലോ പറഞ്ഞത്. ഇപ്പം പിന്നെ ആശാവർക്കർമാരുടെ കാര്യങ്ങളിലേക്ക് ആശാവർക്കർമാരുടെ ചുമതലയുള്ള മന്ത്രിയല്ലേ പിന്നെ വീണ ജോർജ്. ആ വിഷയം 35,269 ആശാവർക്കർമാരാണ് കേരളത്തിൽ ഉള്ളത്. അവരുടെ വിഷയം വന്നപ്പോൾ അതിനോട് നിസ്സംഗമായി പെരുമാറിയും തന്നെയല്ല, ഏതാണ്ട് വൈരനിരാധന ബുദ്ധിയോടുകൂടി പെരുമാറി എന്നാണ് പൊതുസമൂഹം ഇപ്പോഴും മനസ്സിലാക്കുന്നത്. 267 രൂപ എങ്ങാണ്ടാണ് അവർക്ക് ഒരു ദിവസം കിട്ടുന്ന വേതനം. അത് ശരിയായിട്ടും വീണ ജോർജിന്റെ ഒരു കൺമിഷി വാങ്ങിക്കാൻ പോലും തികയുന്ന പൈസ അല്ല എന്നാണ് ജനങ്ങൾ പറയുന്നത്. സാധാരണ ഒരു മനുഷ്യൻ അവന്റെ വയറിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് അവൻ ആശാവർക്കറായിട്ട് ഒരു സ്ത്രീ ജോലി ചെയ്യുന്നത്. അപ്പോൾ കൈ കൊടുക്കുന്ന പൈസ അല്ലല്ലോ അതിന്. ഈ ആശാവർക്കർമാർ ഒരു സെൻട്രൽ ഗവൺമെന്റ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, അന്ന് 1000 രൂപ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഇന്ന് ഒരു 3000 രൂപ കൊടുത്ത് തീർത്തത്? അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. അപ്പം അന്ന് അത് വളരെ അമിക്കബിളായിട്ട് അന്ന് സെറ്റിൽ ചെയ്യാവുന്ന വിഷയമായിരുന്നു. ശരിയാണ്, ഒരു 1000 രൂപ കൊടുത്തിട്ട് ഒരു കമ്മീഷനെ വെക്കുന്നു, ഇതിന് നിങ്ങളുടെ വിഷയങ്ങൾ എന്താണെന്ന് സമ്പൂർണ്ണമായി പരിഹരിക്കാനായിട്ട് അതിൻ്റെ നേതൃസ്ഥാനത്തിൽ ഒരാളെ, അവരുടെ ഒരു പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് 3 മാസത്തിനകം 6 മാസത്തിനകം റിപ്പോർട്ട് വരട്ടെ, റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിഷയങ്ങളാകെ തന്നെ പരിശോധിച്ച് അതിനൊരു പൂർണ്ണമായ പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കും എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറയാമായിരുന്നു. പക്ഷേ അവിടെ കയറിയിട്ട് ഇപ്പം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കാശാണ്, ഈ സമരം നടത്തുന്നത് ഞങ്ങൾ ഈ സർക്കാരിനെതിരെയുള്ള സമരമാണ്, നിങ്ങൾ സമരം നടത്തേണ്ടത് കേന്ദ്ര സർക്കാരിനെതിരെയായിരുന്നു എന്ന് പറഞ്ഞ പ്രചരണമാണ് അന്ന് സൈബർ ഹാൻഡിലുകൾ വഴി അഴിച്ചുവിട്ടത്. പക്ഷേ അതിൻ്റെ ദോഷം നമ്മൾ കണ്ടു. വീണ ജോർജിനെതിരെ 6 മൂലയിൽ വന്നല്ലോ, മണ്ഡലത്തിൽ വന്നിട്ട് ആശാവർക്കർമാരുടെ വലിയ ക്യാമ്പയിൻ നടന്നല്ലോ എതിരായിട്ട്. വീണ ജോർജിനെതിരെ അവർ വന്ന് ഓരോ വീടുകളിലും കയറി സംസാരിക്കുകയും തെരുവുകളിലൊക്കെ നിന്ന് സംസാരിക്കുകയും യോഗങ്ങൾ വെക്കുകയും ചെയ്തപ്പോൾ സ്ത്രീകളടക്കമുള്ള വോട്ടർമാരെ അത് സ്വാധീനിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ 19,003 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ഇത്തവണ 18,895 വോട്ടിന് പരാജയപ്പെട്ടു. 37,000 വോട്ടിന്റെ മാറി. ഈ മാറിയതെല്ലാം സമുദായ വോട്ടുകളാണോ? അല്ലെങ്കിൽ വീണ ജോർജിനെ താങ്ങി നിർത്തിയുന്ന സമുദായത്തിന്റെ വോട്ടുകളല്ലോ മാറിയത്. സമുദായത്തിന് ഇവിടെ 11,000 വോട്ടുകളേ ഉള്ളൂ ഈ പറഞ്ഞ സമുദായത്തിന്. അത് പകുതി പോട്ടെ, അബിൻ വർക്കി കോടിയാട്ടിന് അതിന്റെ പകുതി പോയി, ഒരേ സമുദായമായതുകൊണ്ട്. ബാക്കി വോട്ടുകൾ മാറിയത് സ്ത്രീകളടക്കമുള്ള ആളുകളുടെ വോട്ടുകളാണ്. CPIM-ന്റെ എത്രയോ കേഡർ വോട്ടുകൾ പാർട്ടി കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വാർഡ് തലത്തിൽ കിട്ടിയ വോട്ടുകൾ, അല്ലെ ലോക്സഭയിലെ ബൂത്ത് തലത്തിൽ കിട്ടിയ വോട്ടുകളും ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ബൂത്ത് തല വോട്ടുകളും തമ്മിൽ വെറുതെ കണ്ണോടിച്ചാൽ വീണ ജോർജിന് CPIM-ന് നല്ല സ്വാധീനം ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ പോലും വോട്ട് കുറഞ്ഞതായി, നല്ല രീതിയിൽ വോട്ട് കുറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ആകത്തുകയാണ് ഈ 18,895 വോട്ടിന് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയോട് വിജയിച്ചിട്ട് പോയത്. അപ്പോൾ സ്വയം വരുത്തി വെച്ച വിഷയമാണിത്. ഒരു ജനപ്രതിനിധി പ്രവർത്തിക്കേണ്ട രീതിയിലൊന്നും തന്നെ പ്രവർത്തിച്ചില്ല. അത് തന്നെയല്ല, കൂടുതൽ ആളുകളെ എതിരാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു, സംസാരിച്ചു, ഇടപെട്ടു. അതൊക്കെ വലിയ ദോഷം ചെയ്തു. CPIM-ന്റെ ബ്രാഞ്ച് തലത്തിൽ മുതൽ CPIM-ന്റെ ജില്ലാ കമ്മിറ്റി വരെയുള്ള ആളുകളുടെ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിന് 80% ഒന്ന് തന്നെയാണ്. സ്വയം ഏറ്റുവാങ്ങിയ പരാജയമാണ് ഇത്. ശൈലജ ടീച്ചർ ഇരുന്ന കസേരയിലേക്ക് കയറിയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾ അവരെ ഇഷ്ടപ്പെട്ടത്, ആ രീതിയിലേക്ക് തന്നെയാണ് ഞാൻ വരേണ്ടത് എന്നുള്ളതിന് കാണിക്കേണ്ടതിന് പകരം നേരെ ഓപ്പോസിറ്റായിട്ട് പെരുമാറി. അടുത്തുള്ള മണ്ഡലത്തിലുള്ളൊരു മന്ത്രിയുടെ എങ്ങനെയാണ് പെരുമാറുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് പെരുമാറി. ഇതൊക്കെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത വിഷയം. ഇതൊക്കെ തന്നെ സ്വയം പരാജയം ഏറ്റുവാങ്ങിയതാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. പക്ഷെ നമ്മളിപ്പം വളരെ വിവാദമായേക്കാവുന്ന, നാളെ
പത്രവാർത്തകളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് ഞാൻ ചേട്ടൻ്റെ ശ്രദ്ധയെ വിളിക്കുന്നത്. കാരണം ഇവർ ആസ്ട്രേലിയയിലേക്ക് പോയി അവിടെ ഒരു വാക്സിൻ കമ്പനി തുടങ്ങുന്നതിനോ അല്ലെങ്കിൽ ഏതോ വാക്സിൻ കമ്പനിയുമായുടെ തലപ്പത്തെത്തുന്നതിനോ ഒക്കെ ഉള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതുമായിട്ടുള്ള ബന്ധപ്പെട്ട നീക്കങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയ ജീവിതം ഉപേക്ഷിച്ച് അങ്ങനെ പോകാനുള്ളൊരു മാർഗമാണെന്ന് ഞാൻ പലരിതും കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വല്ല സത്യമുണ്ടോ? കുറച്ചൊക്കെ ഈ വിഷയങ്ങളെക്കുറിച്ച് അറിയാവുന്ന ആളെന്ന നിലയിലാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, മാധ്യമങ്ങൾ അങ്ങനെ വാർത്ത വന്നോ? മാധ്യമങ്ങളിൽ അല്ല, വരാനുള്ള സാധ്യതയുള്ളതാണ് വിഷയം. അങ്ങനെ വാർത്ത കണ്ടില്ല. പക്ഷേ അങ്ങനെ ഒരു സംസാരം ഞാൻ കേട്ടിരുന്നു. ഞാൻ കേട്ട വിഷയം ഇതാണ്. എനിക്ക് അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇപ്പോഴും പൂർണ്ണമായിട്ടൊന്നും അറിയില്ല. കോവിഡ് കാലത്തിന് ശേഷം കേരളത്തിൽ വരുന്ന അതിഥി തൊഴിലാളികൾ അല്ലെ ഹോട്ടൽ തൊഴിലാളികൾ ഇവർക്ക് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഒരു വാക്സിൻ എടുക്കണം. ആ വാക്സിൻ 1082 രൂപയാണ് അതിൻ്റെ വില. ഈ വാക്സിൻ ഓസ്ട്രേലിയയിലെ ഒരു കമ്പനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ് ഡീല് ആരോഗ്യവകുപ്പ് ഒരു വാക്സിൻ ഇറക്കുമതി നടന്നിരുന്നു പോലും. അവിടെ അവരുമായിട്ട് വീണ ജോർജോ അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുകാരനായ ഹസ്ബൻഡോ ചേർന്ന് ആ കമ്പനിയുമായി ഒരു ബിസിനസ് ബന്ധം സ്ഥാപിച്ചു എന്നും പറഞ്ഞത്. എന്തായാലും അതിന് കൂടുതൽ വിശദാംശങ്ങൾ കിട്ടാനായിട്ട് ഞാനിങ്ങനെ പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നും പോകാനാണ് സാധ്യത. കാരണം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇനിയും വീണ ജോർജിനെ പോലുള്ള ഒരാൾ ഇത്രയും വിമർശനങ്ങൾ കേട്ട സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് LDF സർക്കാർ അധികാരത്തിൽ നിന്നും പുറത്തുപോയ സാഹചര്യത്തിൽ, വീണ ജോർജ് തോൽക്കുകയും LDF അധികാരത്തിൽ വരികയും ചെയ്തിരുന്നാലും ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ പിടിച്ച് നിന്നേനെ. മറ്റു സാധ്യതകൾ ഒത്തിരി ഉണ്ട്. ഇപ്പം ഭരണമേ നഷ്ടപ്പെട്ടു, ജനപ്രതിനിധി എന്നുള്ള സ്ഥാനവും നഷ്ടപ്പെട്ടു. വളരെ ഗൗരവമായ വിമർശനങ്ങൾ താഴെ ബ്രാഞ്ച് തലം മുതൽ അങ്ങ് സംസ്ഥാന കമ്മിറ്റി വരെ പോളിറ്റ് ബ്യൂറോ വരെ കേട്ടുകൊണ്ടിരിക്കുന്നു. അത്തരം വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇനിയും രാഷ്ട്രീയത്തിൻ്റെ ഒരു ഫോക്കസ് പോയിന്റിലേക്ക് വീണ ജോർജ് ഇനിയും നിൽക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ സംസ്ഥാന കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവാണല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ അവർക്ക് വീണ്ടും പങ്കെടുക്കാൻ പാടില്ലായിരിക്കുമുണ്ടോ? ഈ പാർട്ടിയുടെ പരമാവധി ആളുകൾ സംവിധാനത്തിൽ വീണ ജോർജിൻ്റെ പ്രവർത്തനങ്ങളിൽ വലിയ നിരാശയായിരുന്നു. പാർട്ടിയുടെ കുറേ വോട്ടുകൾ നമ്മളെ മെഴുവേലി പഞ്ചായത്തിനുള്ള ഓമറ്റൂർ പഞ്ചായത്തും ആറന്മുള പഞ്ചായത്തും കുളനാട പഞ്ചായത്തും ഈ പ്രദേശങ്ങളൊക്കെ തന്നെ പരിശോധിച്ചറിയാം വ്യാപകമായി പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതാണ് അതിൻ്റെ സത്യം. ഇപ്പം എൻ്റെ ബൂത്തിൽ പോലും 2 വോട്ട് നോട്ടായിക്കുണ്ട്. ഈ നോട്ടായിക്ക് കൊടുത്തത് ഏതായാലും UDF കൊടുക്കില്ലല്ലോ. നോട്ടായിക്ക് 2 വോട്ട് കൊടുത്തെങ്കിൽ അത് LDF വോട്ടായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീണ ജോർജിന് പാർട്ടിക്കാരായിരിക്കണം അവർ. എന്നാൽ ഞങ്ങൾക്ക് ഇവർക്ക് കൊടുക്കാനൊരു വീണ ജോർജിന് കൊടുക്കാനൊരു മനസ്സുകൊണ്ട് ഒരു താല്പര്യവുമില്ല. മറ്റുള്ളവർക്ക് ഒട്ടും കൊടുക്കുമില്ല. കാരണം അവർ രാഷ്ട്രീയമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളല്ല. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് ഇപ്രാവശ്യം നോട്ടായിക്കാകട്ടെ എന്ന് ഈ ഗ്രാമപ്രദേശത്ത് പോലും 2 പേര് നോട്ടാക്കി വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇത് സ്വയം വരുത്തി വെച്ചതാണ്. നമ്മൾ ഇത്രയും മന്ത്രിമാരിൽ ആർക്കൊക്കെ നേരെയാണ് ഇതുപോലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതെന്ന് നോക്കിയാൽ പിണറായി വിജയനെതിരെയും വീണ ജോർജിനെതിരെയും മാത്രമാണ്. മറ്റു മന്ത്രിമാർക്കെതിരെ ഒന്നും ആരും വിരൽ ചൂണ്ടിയതായിട്ട് നമ്മൾ ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത്രമാത്രം ഈ പരാജയത്തിന്, കേരളത്തിലെ CPMൻ്റെ പരാജയത്തിന് ഒരു നല്ല രീതിയിലുള്ള ഉത്തരവാദിത്വം ഈ ആരോഗ്യവകുപ്പിനുണ്ടായിരുന്നു. ആരോഗ്യവകുപ്പിനെ നയിച്ച വീണ ജോർജിനുണ്ടായിരുന്നു. അതിൽ നിന്ന് അവർക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല. ആരെങ്കിലുമൊക്കെ കുറ്റപ്പെടുത്തി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. എൻ്റെ മാർക്ക് കുറഞ്ഞത് മാർക്കിട്ട അധ്യാപകൻ്റെ കുറവാണ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ മാത്രമേ നമുക്ക് ഇവർ പറയുന്നതിനെ കാണാൻ കഴിയുകയുള്ളൂ. പരാജയം ഉൾക്കൊണ്ട് തീർച്ചയായിട്ടും ഈ രാഷ്ട്രീയത്തിൽ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ബിസിനസ് സംരംഭത്തിന് ആണ് തയ്യാറെങ്കിൽ അങ്ങനെയാകട്ടെ. അതിന് എല്ലാ ആശംസകളും നൽകുകയാണ്. ഏതായാലും മറ്റൊരു വിഷയമായി ഞങ്ങൾ വീണ്ടും കടന്നു വരും. അതുവരെ നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.